ഹായ് ഫ്രണ്ട്സ്, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ MEG 14 ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 2. ബ്ലോക്ക് 1ൻ്റെ ഓൾറെഡി നമ്മൾ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 1ഉം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് എടുത്ത് അത് കാണുക. ഓക്കെ, സോ ലെറ്റ്സ് ഡോണ്ട് വേസ്റ്റ് ടൈം ആൻഡ് ഹിയർ വി ഗോ. ഒരു കാര്യം കൂടിയും, അസൈൻമെൻറ്റ്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിൻ്റെ PDF നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും നമ്പർ എടുത്ത് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വാട്സാപ്പ് ഓൺലി. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോയുടെ ലാസ്റ്റും ഞാൻ അതിൻ്റെ നമ്പർ കൊടുക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. Write a note on the significance of the opening scene of the novel Samskara. സംസ്കാര എന്ന നോവലിൻ്റെ ഓപ്പണിംഗ് സീൻ ഒന്ന്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാനായിട്ടാണ് പറയുന്നത്. The opening scene of U.R. Anandamurthy's novel Samskara is significant as it sets the tone for the rest of the story, introducing key themes and characters. The scene begins with the death of Naranappa, a heretic Brahmin who defied traditional Brahmanical norms. This event creates turmoil among the Brahmins of Durvasapura, particularly Praneshacharya, the protagonist, who is tasked with determining who should perform Naranappa's funeral rites. The opening scene highlights the rigid social norms and restrictions placed upon the Brahmin community. Naranappa's unorthodox behavior, such as keeping a low caste concubine, drinking liquor and eating meat, is seen as a challenge to the Brahmanical way of life. The community's hesitation to perform Naranappa's funeral rites exposes the hypocrisy and stagnation within the Brahmin community. The character of Praneshacharya is introduced as a devout Brahmin who has led an exemplary life, caring for his invalid wife and following a strict routine. However, Naranappa's death and the subsequent debate over his funeral rites forced Praneshacharya to confront his own identity and the moral dilemmas posed by Naranappa's actions. സംസ്കാര എന്ന നോവൽ എഴുതിയത് UR ആനന്ദമൂർത്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഈ നോവലിലെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ ആ സീൻ ബിഗിൻ ചെയ്യുന്നത് തന്നെ നാരായണപ്പ എന്നൊരു വ്യക്തിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ നാരായണപ്പ എന്ന് പറയുന്ന ഈ വ്യക്തി, അദ്ദേഹം ഒരു ബ്രാഹ്മിൺ തന്നെയാണ്. പക്ഷേ എങ്കിൽ ബ്രാഹ്മിൺ ഓർത്തഡോക്സി ആ ഒരു കാര്യങ്ങളൊന്നും അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ബ്രാഹ്മണനായിരുന്നെങ്കിലും ബ്രാഹ്മണന്മാരുടെ സ്വഭാവം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പല സ്വഭാവത്തിലും അത് കാണാനായിട്ട് സാധിച്ചിരുന്നു. ഭക്ഷണ രീതികളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇറച്ചി മാംസ ആഹാരം കഴിക്കുമായിരുന്നു. അതുപോലെ തന്നെ ലോ കാസ്റ്റിലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയെ അദ്ദേഹം കൂടെ താമസിപ്പിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെ ബ്രാഹ്മണന്മാർക്ക് എതിരെ നടത്തിയ കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ റൈറ്റ്സ് ചെയ്യും എന്ന് നോക്കിയപ്പോൾ അവിടെ ആരും തന്നെ റെഡി ആയിരുന്നില്ല. അപ്പോൾ ആ ഒരു പോർഷൻ ഇവിടെ എന്തിനെ സൂചിപ്പിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണന്മാരുടെ കാപഢ്യത്തെയാണ്. ഇത് ഹിപ്പോക്രസി എന്ന് പറയുന്നത് കാപഢ്യമാണ്. അപ്പോൾ കാപഢ്യത്തെ കാണിക്കുന്ന ഒരു കാര്യമാണത്. അതേസമയം അവിടെ മുന്നോട്ട് വരുന്നത് മറ്റൊരു വ്യക്തിയാണ് പ്രാണേശാചാര്യ എന്ന് പറയുന്നത്. ആ പ്രാണേശാചാര്യ എന്ന് പറയുന്ന വ്യക്തി അതേസമയം വളരെ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ലീഡ് ചെയ്യുന്ന ഒരു ലൈഫ് എന്ന് പറയുന്നത് എക്സംപ്ലറി ലൈഫ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിനെ അദ്ദേഹം വളരെ നന്നായി കെയർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ജീവിത രീതി കൊണ്ട് നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം നാരായണപ്പയുടെ റൈറ്റ്സുകൾ എന്നുവെച്ചാൽ ഫ്യൂണറൽ റൈറ്റ്സുകൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ തന്നെ ഒരു വലിയ ചേഞ്ച് സംഭവിക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുകയായിരുന്നു. The arrival of Chandri, Naranappa's concubine, adds a new dynamic to the scene. Her offer of gold ornaments to pay for the funeral expenses sparks a debate among the Brahmins, revealing their true nature and motivations. This scene showcases Anandamurthy's ability to craft compelling narratives that explore the complexities of human relationships and societal dynamics.
The opening scene also introduces the theme of identity and the search for meaning. Praneshacharya's struggle to determine who should perform Naranappa's funeral rites serves as a metaphor for his own journey of self-discovery. As the story unfolds, Praneshacharya's encounter with Chandri and his subsequent actions challenge his ascetic mindset and force him to re-evaluate his relationship with the world around him. Overall, the opening scene of Samskara effectively sets the stage for a nuanced exploration of themes such as identity, morality, and societal norms. Through the characters and events introduced in the scene, Anandamurthy masterfully crafts a narrative that challenges readers to reflect on the complexities of human experience. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഇങ്ങനൊരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ചാന്ദ്രി അവളുടെ സ്വർണങ്ങൾ കൊണ്ടുവരികയാണ്. എന്നിട്ട് അവൾ പറയുകയാണ് തൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം വേണമെങ്കിൽ ഈ ഫ്യൂണറൽ റൈറ്റ്സിന് വേണ്ടിയിട്ട് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടാണ് അവൾ വരുന്നത്. അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ആനന്ദമൂർത്തി വളരെ മനോഹരമായിട്ട് സമൂഹത്തിൻ്റെ ആ കാഴ്ചപ്പാട്, ബ്രാഹ്മിൺസ് അത്രയും നേരം അവർ പറഞ്ഞുകൊണ്ടിരുന്ന അവരുടെ തത്വങ്ങളും കാര്യങ്ങൾക്കൊക്കെ വരുന്ന മാറ്റത്തെ കുറിച്ചിട്ടാണ് ഇവിടെ ഒരു ചിന്ത നമുക്ക് നൽകുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓഥറിൻ്റെ ആനന്ദമൂർത്തിയുടെ മറ്റൊരു പ്രത്യേകത കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം സ്റ്റാർട്ടിങ് പോയിന്റിൽ എങ്ങനെയാണ് പ്രാണേശാചാര്യ അദ്ദേഹത്തിൻ്റെ ഒരു സ്ട്രഗിൾ ഇവിടെ കാണിക്കുന്നത്. ആരും ഈ ഒരു റൈറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. ആ സമയത്ത് സ്വന്തമായിട്ട് അദ്ദേഹം മുന്നോട്ട് വരികയും അതുപോലെ തന്നെ അതിനുവേണ്ടി കുറച്ച് ആർഗ്യുമെൻറ്റ്സ് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുറച്ച് കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വന്തം സെൽഫ് ഡിസ്കവറി, അതൊരു ജേണിയാണ്, ഒരു സ്വന്തം ജീവിതത്തിൻ്റെ ഉള്ളിലോട്ട് തന്നെയുള്ള ഒരു യാത്രയായിട്ടാണ് ഇവിടെ നമുക്ക് ചിത്രീകരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഈ സംസ്കാരം എന്ന ഈ ഒരു നോവലിൻ്റെ ആരംഭ ഭാഗം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതാണ് മെയിനായിട്ട്. അപ്പോൾ ആരംഭ ഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ ഐഡൻറ്റിറ്റി, മൊറാലിറ്റി ആൻഡ് സൊസൈറ്റൽ നോംസ്, ഈ തീമുകളാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. Question number 2. Discuss how the narrative of Samskara has been organized. സംസ്കാര എന്ന നോവൽ എങ്ങനെയാണ് നരേഷൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അതൊന്ന് നരേറ്റ് ചെയ്തിരിക്കുന്നത്, ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. The narrative of U.R. Anandamurthy's novel Samskara is organized in a way that masterfully explores the complexities of human relationships, identity, and societal norms. The story is set in a traditional Brahmin community in Durvasapura and revolves around the protagonist Praneshacharya, a devout Brahmin who is forced to confront the harsh realities of his community. The narrative is structured around the death of Naranappa, a heretic Brahmin who defied traditional Brahminical norms. This event sets off a chain of reactions among the Brahmins, particularly Praneshacharya, who is tasked with determining who should perform Naranappa's funeral rites. The narrative explores the rigid social norms and restrictions placed upon the Brahmin community, highlighting the hypocrisy and stagnation within. Through Praneshacharya's journey, the narrative delves into themes of identity, morality, and societal norms. Praneshacharya's encounter with Chandri, Naranappa's concubine, challenges his ascetic mindset and forces him to re-evaluate his relationship with the world around him. The narrative also explores the complexities of human relationships, particularly between Praneshacharya and his invalid wife, as well as his interactions with other members of the community. ഇവിടെ U.R. ആനന്ദമൂർത്തിയുടെ സംസ്കാര എന്ന ഒരു നോവലിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് മെയിനായിട്ട് നമുക്കറിയാം തീംസ് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്സ്, ഐഡൻറ്റിറ്റി ആൻഡ് സൊസൈറ്റൽ നോംസ് ആണ്. ഇപ്പം ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഒരുവിധമൊക്കെ മനസ്സിലായിട്ടുണ്ട്. അത് തന്നെയാണ് ഇനി റിപ്പീറ്റഡ് ആയിട്ട് വരിക. അത് ഞാൻ പറഞ്ഞത് സംസ്കാരം എന്നൊരു ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക്
എന്തൊരു ചോദ്യം ചോദിച്ചാലും എല്ലാ ആൻസേഴ്സും കൂടി ഒറ്റ ആൻസറിൽ എഴുതാനായിട്ട് സാധിക്കാം. വേർഡ്സുകളൊക്കെ പഠിക്കുക, പിന്നെ ഇത് ഏതെങ്കിലും ഒരു ആൻസർ പഠിച്ചാലും മതി. അപ്പോൾ ഇവിടുത്തെ ഈ സ്റ്റോറി എന്ന് പറയുന്നത് ദുർവാസപുര എന്നുള്ള ഒരു സ്ഥലത്ത് നടക്കുന്നതാണ്. അപ്പോൾ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇവിടെ മെയിനായിട്ട് കാണിക്കുന്നത്. ഒന്ന് നാരായണ, മറ്റേത് പ്രാണേശാചാര്യ. നാരായണ എന്ന് പറയുന്ന ആ വ്യക്തി, നാരായണപ്പ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഒരു ബ്രാഹ്മണനാണ്. അതേസമയം അദ്ദേഹം ഒരു ബ്രാഹ്മണരുടെ ആചാരങ്ങളൊന്നും ചെയ്യാതെ മാംസമൊക്കെ കഴിച്ച്, അതുപോലെ അദ്ദേഹം പാർപ്പിച്ചിരുന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ താമസിപ്പിച്ചിരുന്ന ഭാര്യ ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നാരായണപ്പനെ കുറിച്ച് പറയാനുള്ളത്. അതേസമയം പ്രാണേശാചാര്യ എന്ന് പറയുന്ന വ്യക്തി വളരെ ഡിവൗട്ടായിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ്. അദ്ദേഹം നയിച്ചു കൊണ്ടിരുന്ന ജീവിതം അത്ര വളരെ മനോഹരമായ നല്ലൊരു ജീവിത ശൈലിയാണ് അദ്ദേഹം പിന്തുടർന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വികലാംഗിയായ ഭാര്യയെ അദ്ദേഹം നല്ല രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ഈ സമയത്ത് നാരായണപ്പ മരിക്കുകയാണ്. സീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. നാരായണപ്പ മരിക്കുന്നതാണ്. മരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ റൈറ്റ്സുകൾ ആര് ചെയ്യും എന്ന ക്വസ്റ്റ്യനിൽ എല്ലാവർക്കും ഒരു ആർഗ്യുമെൻ്റ് അവിടെ നടക്കുമ്പോൾ പ്രാണേശാചാര്യാണ് അദ്ദേഹം സ്വന്തമായിട്ട് അത് ഏറ്റെടുക്കുന്നത്. അപ്പോൾ അത് ഏറ്റെടുക്കുന്നതിൽ കൂടെ അദ്ദേഹം ഒരു എന്താ പറയുക, സെൽഫ് ജേണിയാണ് നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സെൽഫ് റീഡിസ്കവറി നടത്താനുള്ള ഒരു ശ്രമത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ നടന്നു പോകുന്നത്. ഇതിനിടയിൽ ബ്രാഹ്മണ ഒരു ഫാമിലിയുടെ ഹിപ്പോക്രസി കൂടെ എടുത്തു കാണിക്കുന്നുണ്ട്. അവരുടെ ചില കപട നാട്യങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ആര് ഇദ്ദേഹത്തിൻ്റെ റൈറ്റ്സുകൾ ചെയ്യും എന്നുള്ള കാര്യത്തിലും, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിപ്പിച്ചിരുന്ന ആ ഒരു സ്ത്രീ, ഇവർക്ക് ചാന്ദ്രി എന്ന് പറയുന്ന ആ സ്ത്രീ ഓർണമെൻറ്റ്സുമായി വരുമ്പോൾ ഇവരൊരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ അതിനവരെ എതിർക്കുന്നില്ല. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. The narrative is characterized by a nuanced exploration of the human condition, revealing the complexities and contradictions of human nature. Anandamurthy's writing style is marked by deep understanding of the cultural and societal context in which the story is set, making the narrative feel both authentic and thought-provoking. The organization of the narrative is also notable for its use of symbolism and metaphor. The character of Narayanappa serves as a symbol of rebellion against traditional norms, while Praneshacharya's journey represents a search for meaning and identity. The narrative's use of mythological and cultural references adds depth and complexity to the story, making it a rich and thought-provoking read. Overall, the narrative of Samskara is a masterful exploration of human relationships, identity, and societal norms. Anandamurthy's writing style and the organization of the narrative work together to create a story that is both nuanced and thought-provoking, challenging readers to reflect on the complexities of human experience. ഈ ഒരു നോവൽ മുഖേന ആനന്ദമൂർത്തിയുടെ അദ്ദേഹത്തിൻ്റെ വളരെ വലിയൊരു ചിന്താഗതി തുറന്നും കാണിക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി ആസ്പെക്റ്റിൽ കൂടെ നമുക്കിത് നോക്കിക്കാണാനായിട്ട് സാധിക്കും. ഒന്ന്, മിത്തോളജിക്കൽ വേ, അദ്ദേഹം എങ്ങനെയാണ് അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കുറേ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിനെയൊക്കെ നോക്കിക്കാണുന്നത്. സമൂഹത്തിലെ കാഴ്ചപ്പാടുകൾ, കൾച്ചറലായിട്ടുള്ള കാഴ്ചപ്പാടുകൾ, ഇതിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ നോവൽ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടായിരിക്കും രണ്ട് ക്യാരക്ടേഴ്സും എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. രണ്ട് രീതിയിലുള്ള ബിഹേവിയേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, പ്രാണേശാചാര്യരുടെ ആയാലും നാരായണപ്പയുടെ ആയാലും. അപ്പോൾ ഈ രണ്ട് രീതികളും സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ സംസ്കാര എന്ന ഒരു നോവൽ ഹ്യൂമൻ റിലേഷൻഷിപ്സിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഐഡൻറ്റിറ്റി ആൻഡ് സൊസൈറ്റൽ നോംസ്, ഇതൊക്കെയാണ് ഇവിടുത്തെ തീംസ് ആയിട്ട് ഉൾക്കൊള്ളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു തോട്ട് പ്രൊവോക്കിംഗ്, അതുപോലെ ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു നോവലാണ്, എസ്പെഷ്യലി ഫോർ ദ റീഡേഴ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 3. റൈറ്റ് എ നോട്ട് ഓൺ ദ ലവ് മേക്കിംഗ് സീൻ ഇൻ ദ നോവൽ. നോവലിലെ ഒരു ലവ് മേക്കിംഗ് സീനിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, അപ്പോൾ അത് വിവരിക്കുക. The love-making scene in U.R. Anandamurthy's Samskara
is one of the most pivotal and controversial moments in the novel. It is not merely a physical encounter but a deeply symbolic and psychological charged event that reflects the internal turmoil of the protagonist, Pranashacharya, and serves as a turning point in the narrative. To fully understand the significance of this scene, it is essential to contextualize it within the novel's exploration of themes such as tradition, desire, guilt, and spiritual awakening. Pranashacharya is a highly respected Brahmin scholar and ascetic who has dedicated his life to religious observance and moral purity. His identity is rooted in a rigid adherence to Brahminical codes of conduct. However, this facade of sanctity begins to crumble when he is confronted with the death of Naranappa, a defiant and hedonistic Brahmin who challenged the worst values Pranashacharya upheld. The central dilemma of how to perform the samskara funeral rites for a man who had violated caste norms triggers a moral and existential crisis in Pranashacharya. He finds himself paralyzed, unable to decide, which marks the beginning of his spiritual and psychological unraveling. ആനന്ദമൂർത്തിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലാണ് സംസ്കാരം. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീൻ എന്ന് പറയുന്നത് ലവ് മേക്കിംഗ് സീൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അറിയാം എന്തൊക്കെ നടന്നത്. നാരായണപ്പയുടെയും പ്രാണേശാചാര്യയുടെയും നാരായണപ്പ മരിച്ചു കിടക്കുമ്പോൾ പ്രാണേശാചാര്യ ആ ഒരു റൈറ്റ്സ് എങ്ങനെയാണ് ഏറ്റെടുത്തത്, ആ കാര്യങ്ങളൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എഴുതുന്നത്. ഓക്കെ. The love-making scene with Chandri, Narayanappa's low-caste mistress, occurs during this period of crisis. It is important to note that this act is not premeditated. Pranashacharya stumbles upon her in the forest, emotionally and physically exhausted after failing to find a solution to the samskara dilemma. In this moment of vulnerability and spiritual confusion, he yields to a long repressed desire. The act is spontaneous and almost unconscious, described in prose that is sensual yet laced with guilt and confusion. Anandamurthy handles the scene with sensitivity and symbolic depth. Chandri, who has been marginalized by the Brahmin community due to her caste and association with Narayanappa, is portrayed not as a temptress but as a complex figure of sensuality, compassion and humanity. Her acceptance and warmth contrast starkly with the cold, dogmatic world of Brahmin orthodoxy. The act of lovemaking becomes a moment of profound rupture of Pranashacharya, not just a fall from grace but a revelation. It shatters his constructed identity and forces him to confront the hypocrisies of the values he once upheld. നാരായണപ്പയുടെ ഒരു ലവറായിട്ടുള്ള അല്ലെങ്കിൽ അവൻ സ്നേഹിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് ചാന്ദ്രി. അവൻ്റെ കൂടെ താമസിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് ചാന്ദ്രി. അവളൊരു ലോ കാസ്റ്റ് വിഭാഗത്തിലെ ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ ഒത്തിരി ക്രിറ്റിസിസം ഒക്കെ നേരിടേണ്ടി വന്നിരുന്നു. ഈ പെൺകുട്ടിയെ നാരായണപ്പ മരിച്ചുവല്ലോ. അതിനുശേഷം പ്രാണേശാചാര്യയ്ക്ക് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഇഷ്ടമൊക്കെ അവളോട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു വികാരങ്ങളൊക്കെ അവൻ അടിച്ചമർത്തി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഒരിക്കൽ ഫോറസ്റ്റിൽ വെച്ചിട്ട് അവളുമായി കണ്ടുമുട്ടിയപ്പോൾ അവന് പെട്ടെന്ന് ആ വികാരങ്ങളൊക്കെ പിന്നെയും പൊടി തട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇദ്ദേഹത്തിന് ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജാണ്. ഒന്ന്, അദ്ദേഹം ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ സ്പിരിച്വാലിറ്റി, ഓർത്തഡോക്സി മൈൻഡ് സെറ്റൊക്കെ. അതേസമയം മറ്റൊരു വശത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കുറച്ച് എന്താ പറയുക വികാരങ്ങളൊക്കെയാണ്. പിന്നെ മാനുഷികമായിട്ടുള്ള വികാരങ്ങളെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ സാധിക്കാത്ത ആ അവസ്ഥയാണ് പിന്നെ കാണിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വികാരങ്ങളാലും നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അങ്ങനെ അദ്ദേഹം പിന്നെ അവളെ സ്നേഹിക്കാനും അവളുമായിട്ട് ഒരു ബന്ധത്തിൽ ഏർപ്പെടാനും
തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എടുത്തു കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ആനന്ദമൂർത്തി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ആ ഒരു സീൻ, കാരണം സെൻസിറ്റിവിറ്റി വിത്ത് സിംബോളിക് ഡെപ്ത് എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ രണ്ട് ആറ്റിറ്റ്യൂഡ്സുകളാണ് വരുന്നത്. ഒന്ന് അദ്ദേഹം ഹോൾഡ് ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മിൻ ഓർത്തഡോക്സി മെൻറ്റാലിറ്റി, രണ്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ. This transgression marks the beginning of Pranashacharya's transformation. Instead of returning to his community to resume his role as a moral leader, he wanders aimlessly, grappling with guilt, shame, and an awakening sense of freedom. The lovemaking scene thus becomes the fulcrum on which the novel turns from philosophical exploration of religious rigidity to a deeply personal journey of self-discovery and human fallibility. Furthermore, the scene critiques the moral rigidity of caste and religious codes by exposing their failure to accommodate natural human impulses and emotions. Through Pranashacharya's fall, Anandamurti does not glorify transgression, but he humanizes it. The act of sex is neither romanticized nor condemned. Rather, it is presented as a necessary disruption, a catalyst for introspection and transformation. In conclusion, the lovemaking scene in Samskara is a moment of immense narrative and symbolic significance. It represents the collapse of rigid moral framework and the emergence of a more complex, human and introspective self. Through this encounter, Anandamurti challenges the oppressive structures of caste and religious orthodoxy, offering instead a vision of humanity that is flawed, passionate and capable of growth. പ്രാണേശാചാര്യ പിന്നീട് അദ്ദേഹത്തിന് ഒരു ലീഡറായിട്ടുള്ള ഒരു സ്ഥാനമായിരുന്നു അദ്ദേഹത്തിന് സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ അദ്ദേഹം മാറുകയാണ്. അദ്ദേഹം ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോവുകയാണ്. അദ്ദേഹം അവിടെ നിന്നും മാറി ഒരു ഗിൽറ്റ് ഫീലിംഗ് അദ്ദേഹത്തിന് വരികയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു തെറ്റ് ചെയ്തു പോയില്ലോ എന്നുള്ള ഒരു ചിന്തയിൽ അദ്ദേഹം ജസ്റ്റ് വാണ്ടറിങ് ആണ്. പിന്നീട് വെറുതെ ഇങ്ങനെ നടക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഇവിടെ ആനന്ദമൂർത്തി എന്താണ് ഇവിടെ നോട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഓർത്തഡോക്സി കമ്മ്യൂണിറ്റിയിൽ ജീവിച്ച് അതിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത വ്യക്തിയാണ് ആര്, പ്രാണേശാചാര്യ. പക്ഷെ അതിനും അപ്പുറം ഒരു ഹ്യൂമൻ മെൻറ്റാലിറ്റി ഉണ്ട് എന്ന കാര്യം അദ്ദേഹം മറക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടത്, ഇപ്പോൾ പ്രാണേശാചാര്യ ആ ഒരു സ്ത്രീയുമായിട്ട് മുന്നേ അവർ ഒരു എന്താ പറയുക, ഒരു സ്നേഹബന്ധത്തിലോ അല്ലെങ്കിൽ മുന്നേ കൂട്ടി തീരുമാനിച്ചു വെച്ച കാര്യങ്ങളൊന്നുമല്ല, പക്ഷെ മനുഷ്യ വികാരങ്ങൾ മാത്രമായിരുന്നു അവിടെ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അതിലൊരു തെറ്റുമില്ല, മനുഷ്യ വികാരങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്, അല്ലാതെ ഓർത്തഡോക്സി ചിന്താഗതിക്കല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു താഴ്ന്ന ജാതിക്കാരി എന്നുള്ള ഒരു പദമാണ് ശരിക്കും നിലനിൽക്കുന്നത്, അല്ലാതെ ഒരു സ്ത്രീക്കല്ല ഇവിടെ പ്രാധാന്യം ഇവർ നൽകുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഗിൽറ്റ് ഫീൽ ഉണ്ടാകുന്നതിനുള്ള മെയിൻ കാരണം, ബിക്കോസ് ഷീ ഈസ് എ ലോ കാസ്റ്റ്. ഓക്കെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. മൂവ് ഓൺ ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഡിസ്കസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് പുട്ടാസ് റോൾ ആസ് എ ഫോക്കലൈസർ. ഇവിടെ പുട്ടാസ് റോൾ ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. ഫോക്കലൈസർ എന്ന് പറഞ്ഞാൽ നരേറ്റർ എന്ന് തന്നെയാണ് അർത്ഥം. Putta's role as a focalizer in the novel Samskara is significant as it provides a unique perspective on the protagonist, Praneshacharya, and his journey. Through Putta's interactions with Praneshacharya, the reader gains insight into the latter's thoughts, feelings, and motivations. Putta's innocence and curiosity. Putta's innocence and curiosity serves as a catalyst for Praneshacharya's introspection. Putta's questions and observations force Praneshacharya to reflect on his own life, values and decisions. This is evident in their conversations where Putta's naivety prompts Praneshacharya to reveal his thoughts and feelings. Contrast to Praneshacharya's character. Putta's character serves as a contrast to Praneshacharya's. While Praneshacharya is a strict adherent to traditional Brahmanical values, Putta represents a more carefree and worldly perspective.
This contrast highlights the differences between their worldviews and allows the reader to see Pranashacharya's character in a new light. പ്രാണേശാചാര്യ ആയിട്ടുള്ള പുട്ടാസിൻ്റെ ഇൻട്രാക്ഷൻസ്, അവരുടെ തോട്ട്സ്, ഫീലിങ്സ്, അതുപോലെ മോട്ടിവേഷൻസ് എല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് പ്രാണേശാചാര്യയുടെ ഒരു ജീവിതയാത്രയിൽ. പുട്ടാസിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഇന്നസെൻറ്റും അതുപോലെ തന്നെ ക്യൂരിയോസിറ്റിയുമായിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ പുട്ടാസ് ഈ പ്രാണേശാചാര്യയുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിൽ, ഒരു കോൺവെർസേഷനിൽ ഇവർ തുറന്ന് പറയുകയാണ്. പ്രാണേശാചാര്യ അദ്ദേഹത്തിൻ്റെ വ്യൂസ് എല്ലാം തുറന്ന് പുട്ടാസിനോട് പറയുന്ന ഒരു രംഗമാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ പുട്ടാസിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു വേൾഡ് വ്യൂസിൽ, അല്ലെങ്കിൽ എന്താ പറയുക, ലോകത്തിന് ഉള്ള നടന്നുകൊണ്ടിരിക്കുന്ന പ്രാക്ടിക്കലായിട്ടുള്ള ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേസമയം പ്രാണേശാചാര്യ എന്ന് പറയുന്നത് കുറേ കൂടി ഓർത്തഡോക്സി ആയിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഫെസിലിറ്റേറ്റിംഗ് Praneshacharya's growth. Buddha's presence facilitates Praneshacharya's growth and self-discovery. Through their interactions, Praneshacharya begins to question his own values and traditions. Buddha's influence helps Praneshacharya to consider alternative perspectives and to re-evaluate his decisions, symbolizing the possibility of change. Buddha's character symbolizes the possibility of change and transformation. His ability to adapt to new situations and his willingness to learn serve as a model for Praneshacharya. Buddha's presence suggests that it is possible for individuals to change and grow, and that this process can be facilitated through interactions with others. ഇവിടെ പ്രാണേശാചാര്യ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിൽ ന്യൂ ഡിസ്കവറി കണ്ടെത്തുന്നത് പോലെ അദ്ദേഹം പുട്ടാസുമായി ഒരു ഇൻട്രാക്ഷൻ നടത്തുമ്പോൾ അദ്ദേഹത്തിന് ധാരാളം മാറ്റങ്ങൾ വരാനുള്ള സാധ്യതകളാണ് ഇവിടെ കാണിക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ കുറേ തെറ്റുകളും കുറ്റങ്ങളൊക്കെ പറ്റും, എന്നാൽ അതിനൊക്കെ ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ തന്നെ നിൽക്കരുത് എന്നുള്ള കാര്യങ്ങൾ, പോസിറ്റീവായിട്ട് കാര്യങ്ങളെ എന്താ പറയുക, കാര്യങ്ങളെ കാണാനായിട്ടും അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ആ ഗിൽറ്റ് ഫീലിങ്ങിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് ഇദ്ദേഹത്തിന് സാധിക്കുമെന്നൊരു ചിന്താഗതിയിലോട്ടാണ് ലാസ്റ്റ് കാണിക്കുന്നത്. Providing different perspective. Buddha's role as a focalizer provides different perspectives on the events of the novel. His observations and comments offer a fresh insight into the characters and their motivations. This allows the reader to see the story from a new angle and to gain a deeper understanding of the characters and their relationships. In conclusion, Buddha's role as a focalizer in Samskara is crucial in facilitating Praneshacharya's growth and self-discovery. Through their interactions, their reader gains insight to Praneshacharya's thoughts and feelings and is able to see the story from a new perspective. Buddha's character serves as a catalyst for change and growth, and his presence highlights the possibility of transformation and renewal. ഈ ഒരു നോവലിൽ കൂടെ ഒരു വ്യക്തിക്ക് തന്നെ മാറാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും ആനന്ദമൂർത്തി ഒരുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടിൽ വ്യത്യാസം വരുത്താനാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ പുട്ടാസ് ക്യാരക്ടർ ഇവിടെ എങ്ങനെയാണ് ഒരു ചേഞ്ച് ആൻഡ് ഗ്രോത്തിൻ്റെ ആ ഒരു വ്യക്തിത്വമാണ് ഇവിടെ കാണിക്കുന്നത്. അത് തന്നെ മറ്റുള്ള വ്യക്തികളിലേക്ക്, എസ്പെഷ്യലി ഇപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ കാണിക്കുന്ന പ്രാണേശാചാര്യ അദ്ദേഹത്തിന് എങ്ങനെയാണ് പുട്ടാസിൽ നിന്നും ഇൻസൈറ്റ്സുകൾ നേടാനായിട്ട് കഴിഞ്ഞതും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലൈഫ് ട്രാൻസ്ഫോം ആക്കാനും അതുപോലെ റിന്യൂവൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. Fifth question, what is intertextuality? In what ways do the references help strengthen the theme of the novel? എന്താണ് ഇന്റർടെക്സ്ച്വാലിറ്റി, അതുപോലെ അതിലത്തെ റെഫറൻസസ് എങ്ങനെയാണ് നോവലിൻ്റെ തീമിനെ സ്ട്രെങ്തൻ ചെയ്യുക? Intertextuality in Samskara. Intertextuality refers to the presence of one text within another, where a work is shaped by prior text that it takes up, repeats, challenges or transforms. In U.R. Anandamurthy's novel Samskara,
Intertextuality plays a significant role in strengthening the theme and narrative texture. ഇന്റർടെക്സ്ച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ഓൾറെഡി ഉണ്ടായിരിക്കും, അപ്പോൾ ആ വർക്ക് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്യാനായിട്ട് മറ്റൊരു ടെക്സ്റ്റും കൂടി ഉപയോഗിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ കുറച്ച് റിപ്പീറ്റ്സ്, ചാലഞ്ചസ്, ട്രാൻസ്ഫോംസ് ഇതൊക്കെ ആയിരിക്കും ആ വർക്കിൽ മെയിനായിട്ട് കാണിക്കുക. ഇപ്പോൾ ചില കൊട്ടേഷൻസൊക്കെ ചിലപ്പോൾ ഒരു ബുക്കിലെ കൊട്ടേഷൻസൊക്കെ അത് ബേസ് ചെയ്തിട്ടുള്ളത് ഇതിനെ തന്നെ കണക്ട് ചെയ്തിട്ടുള്ള വേറൊരു ബുക്കും കൂടി പ്രിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ വേറൊരു ടെക്സ്റ്റും കൂടി പ്രിപ്പയർ ചെയ്യും. അത് ഇതിലത്തെ കൊട്ടേഷൻസ് മാത്രമായിട്ട്, ചിലപ്പോൾ ചില തീംസുകൾ മാത്രമായിട്ട്, അല്ലെങ്കിൽ ചില ഹ്യൂമർ മാത്രമായിട്ട്, അങ്ങനെ ഇതിനോട് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേറൊരു ടെക്സ്റ്റിൽ അതിനെ മനസ്സിലാക്കാനായിട്ട് കൂടുതൽ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ ഇന്റർടെക്സ്ച്വാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് പ്രയർ ടെക്സ്റ്റ് ദാറ്റ് ഇറ്റ് ടേക്സ് അപ്പ് റിപ്പീറ്റ്സ്, ചാലഞ്ചസ് ഓർ ട്രാൻസ്ഫോംസ്. ഓക്കെ, ഈ കാര്യങ്ങളാണ് വേറൊരു ടെക്സ്റ്റുമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. The references to Indian tradition, myths, parables and characters from epics serve several purposes. Rooting the novel in Indian context. These references help establish the novel's cultural and historical context, providing a rich backdrop for the story. Anticipating and mirroring events. The references of Matsyagandha and Parashar, for example, anticipate the union between Praneshacharya and Chantri while also highlighting the complexities of their relationship. Illustrating themes. The allusions of Trishanku, a mythological figure torn between two worlds, reflect Praneshacharya's own conflicted state, suspended between his Brahmanical duties and his desire for Chandri. അപ്പോൾ ഇന്റർടെക്സ്ച്വാലിറ്റിക്ക് എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് നമുക്കതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ച് പോയിന്റ്സ് ബൈ പോയിന്റ്സ് ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഒരു റൂട്ടിംഗ് ദ നോവൽ ഇൻ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ആണ് ഇവിടെ ആദ്യം നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നിലവിൽ കൾച്ചറിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഈ നോവൽ ഒത്തിരി റിച്ച് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒക്കെ ഇതിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ എക്സ്പീരിയൻസസും കാര്യങ്ങളും അതിൻ്റെ റെഫറൻസസ് ഒക്കെയാണ് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രാണേശാചാര്യ, ചാന്ദ്രി ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിനൊരു റെഫറൻസസ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് മത്സ്യഗന്ധ, അതുപോലെ പരശാർ, അവരുടെ ഒരു എക്സാമ്പിളാണ് ഇവിടെ നമുക്ക് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. രണ്ട് ലോകങ്ങൾക്കിടയിൽ ചെതറി കിടക്കുന്ന ഒരു പുരാതന കഥാപാത്രമാണ് ത്രിശങ്കു. അപ്പോൾ ആ ഒരു മിത്തോളജിക്കൽ ഫിഗർ ഇവിടെ എടുത്ത് കാണിക്കുന്നുണ്ട്. അത് ഈ പ്രാണേശാചാര്യയുടെ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫ്ലിക്റ്റഡ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, ആ ഒരു വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ബ്രാഹ്മണനായിട്ടുള്ള അദ്ദേഹത്തിന് ഒരു ഓർത്തഡോക്സ് ഡ്യൂട്ടീസ് ഉണ്ട്, അതേസമയം അദ്ദേഹത്തിന് ഒരു ഡിസയർ ഉണ്ട് ചാന്ദ്രിയുമായിട്ട്. അപ്പോൾ ആ ഒരു ഫീലിങ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത്. Significance of intertextuality. The intertextual references in Samskara contribute to the novel's depth and complexity, inviting readers to engage with the text on multiple levels. By drawing on Indian mythology and literature, Anandamurthy creates a nuanced and thought-provoking narrative that explores themes of identity, morality and spirituality. റീഡേഴ്സിനെ ഡിഫറെൻറ്റ് ലെവലിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ആനന്ദമൂർത്തി ഇവിടെ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു വർക്ക് സംസ്കാരയിൽ കൂടെ ഒത്തിരി തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഒരു നോവലാണിത്. ഐഡൻറ്റിറ്റി, മൊറാലിറ്റി, സ്പിരിച്വാലിറ്റി, ഡിഫറെൻറ്റ് തീംസുകളാണ് ഇവിടെ ഇദ്ദേഹം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. Examples of intertextuality. Some notable examples of intertextuality in Samskara include Matsyagandha and Parashar. The mythological union between Matsyagandha and Parashar serves as an archetype for the relationship between Praneshacharya and Chandri. Trishanku. The references of Trishanku reflect Praneshacharya's conflicted state torn between his duties as Brahmin and his desire for Chandri. Urvashi and Pururva. The allusion to the mythological love story of Urvashi and Pururva highlights the theme of love and desire in the novel. നമ്മൾ നേരത്തെ കണ്ട് ഇന്റർടെക്സ്ച്വാലിറ്റീനെ ഒരു എക്സാമ്പിൾസ് എന്ന് പറയാനായിട്ട് മധ്യസഗന്ധ,
അതുപോലെ പ്രശാന്തിൻ്റെ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. ത്രിശാങ്കുവിനെ കുറിച്ചിട്ട് നമ്മൾ നോക്കിയായിരുന്നു. ഇനി ഊർവശി പുരുരവ ഇവരുടെ ഒരു ലവ് സ്റ്റോറി ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കമ്പയർ ആയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു മിത്തോളജിക്കൽ എക്സ്പീരിയൻസ്, മിത്തോളജിക്കൽ ലവ് സ്റ്റോറിയാണ് ഇവിടെ ഒരു ടെക്സ്റ്റായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അത് ഈ ടെക്സ്റ്റുമായിട്ട് യോജിച്ച് പോകുന്നത് കൊണ്ടാണ്. Conclusion: The intertextual references in Samskara enrich the novel's narrative texture, providing a deeper understanding of the themes and characters. By engaging with these references, readers can gain a more nuanced appreciation of Anandamurthy's exploration of identity, morality and spirituality in the novel. അപ്പോൾ സംസ്കാര എന്ന് പറയുന്ന ഈ നോവലിൻ്റെ ഒരു ടെക്സ്ചർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തീംസും ക്യാരക്ടേഴ്സും ഒക്കെ മനസ്സിലാക്കാനായിട്ട് ആണ് അദ്ദേഹം ഈ ഇൻ്റർടെക്സ്ച്വാലിറ്റി യൂസ് ചെയ്തിട്ടുള്ളത് പോലും. അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പ്ലോറേഷൻ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി, മൊറാലിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി ഒക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി വെറുതെ എല്ലാവരും യൂട്യൂബേഴ്സ് പറയുന്ന പോലെ പറയുന്നതല്ല. ഇതൊരു ആവശ്യമാണല്ലോ, നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ആവശ്യമാണല്ലോ. അതുപോലെ എനിക്കും ഒരു യൂട്യൂബർ എന്ന നിലയിൽ ആവശ്യമാണ് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻസ്. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം കേട്ടോ, കമൻറ്റും ചെയ്യണം. പിന്നെ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യൂ. ഉപകാരമാണെങ്കിൽ അവരും പഠിച്ചോട്ടെ. ഓക്കെ, അതുപോലെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള അസൈൻമെൻറ്റ്സ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് PDF രൂപത്തിലൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ തന്നിരിക്കുന്ന നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാവും. ഓക്കെ, സോ നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, സോ വി ആർ വൈൻഡിങ് അപ്പ് ഹിയർ. Thank you everyone for watching the video, and we'll meet you with the next video. By then, take care and goodbye.